നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് ജൂലൈ 15 നമ്മൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട്, അതായത് 20,000 രൂപ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് ക്യാപിറ്റൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 crore വരെ എത്തിക്കുന്ന ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് ഏകദേശം 38ാമത്തെ ട്രേഡിംഗ് ഡേ ആണ്. 2 മാസം കവർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ട്രേഡ് ചെയ്ത ദിവസങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ന് 30th ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ പ്രോഫിറ്റാണ് 28,000 രൂപ പ്രോഫിറ്റ് ഉണ്ട്. ഇന്നത്തെ ട്രേഡ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ ഇന്നലെ 2 മാസം മുന്നേ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഏതെങ്കിലും ഒരു ട്രേഡ് ചെയ്യുന്നത് എൻട്രി എക്സിറ്റും റീസൺസും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊരു വീഡിയോ ചെയ്തുകൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നാമത് ഞാൻ ഡ്യൂട്ടിയുടെ ഇടയിലാണ് ട്രേഡും കാര്യങ്ങളൊക്കെ എടുക്കുന്നതും ചെയ്യുന്നതൊക്കെ. അപ്പോൾ റെക്കോർഡിങ് ആ സമയത്ത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. പക്ഷെ എന്നാലും നമ്മൾ അങ്ങനെ ഒരു ആവശ്യം ഞാൻ പരിഗണിക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ട്രേഡ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് അതിൻ്റെ റെക്കോർഡിംഗ് വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ നെക്സ്റ്റ് അത് പ്ലേ ചെയ്ത് തരാം. അതിൽ വോയിസും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടായിരിക്കും. പിന്നെ പോസ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത്, കാരണം റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. കാരണം ഒരു അരമണിക്കൂറിൽ മുകളിൽ ആ ട്രേഡ് ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കറക്റ്റായിട്ട് കാണിച്ചത് ഓർഡേഴ്സ് നോക്കുമ്പോൾ 11:36 ട്രേഡ് എടുത്ത് അരമണിക്കൂർ, ഏകദേശം ഒരു അരമണിക്കൂർ ട്രേഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് പോസ് ചെയ്തിട്ടുള്ള കുറച്ച് ആണ് വീഡിയോ എടുത്തിട്ടുള്ളത്. വോയിസും കുറച്ച് ക്ലിയർ കുറവുണ്ടാകും. അപ്പോൾ ആ വീഡിയോ ജസ്റ്റ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. നമസ്കാരം സുഹൃത്തുക്കളെ. ജൂലൈ 15 ജസ്റ്റ് ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടെന്ന്. PE ആണ് എടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ബ്രേക്ക് ഡൗൺ കിട്ടിയപ്പോൾ എടുത്ത ട്രേഡാണ്. ഈ ക്യാൻഡിൽ ഇവിടുന്ന് റിവേഴ്സൽ ആയില്ലെങ്കിൽ ഞാൻ ട്രേഡ് ഹോൾഡ് ചെയ്യും, ഇല്ലാന്നുണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്യും. ജസ്റ്റ് വെയിറ്റ് ചെയ്ത് നോക്കിയേക്കാം. നമ്മൾ ഉദ്ദേശിച്ച ഡയറക്ഷനിൽ ഒരു മൂവ്മെൻറ്റ് കിട്ടി തരുന്നുണ്ട്. അതൊരു വിക്ക് ക്യാൻഡിലായിട്ട് റിവേഴ്സിൽ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് വെയിറ്റ് ചെയ്ത് നോക്കിയേക്കാം. ഇതിന് മുകളിലൊരു ക്ലോസിങ് ഏതെങ്കിലും ക്യാൻഡിലിന് കിട്ടുകയാണെങ്കിൽ, അതായത് 170 മുകളിൽ ഏതെങ്കിലും ക്യാൻഡിലിന് ക്ലോസിങ് കിട്ടുകയാണെങ്കിൽ എക്സിറ്റ് ചെയ്യും. ചെറിയ ലോസിലാണുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം. 2,000 രൂപ പ്രോഫിറ്റിലാണ്, ചെറിയ പ്രോഫിറ്റിലുണ്ട്. 2,500 രൂപ. ഏകദേശം നമുക്ക് 3,500 ആ റേഞ്ചിൽ പ്രോഫിറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു സപ്പോർട്ടിൽ, അതായത് 239 സപ്പോർട്ടിൽ എങ്ങനെ ആക്ട് ചെയ്യുന്നു നോക്കിയതിനു ശേഷം കണ്ടിന്യൂ ഹോൾഡ് ചെയ്യണോ അതോ എക്സിറ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കാം. ഓക്കെ. നമുക്ക് ജസ്റ്റ് ഹയർ ടൈം ഫ്രെയിം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം എങ്ങനെയാണ് കാര്യങ്ങളെന്ന്. 1 അവർ നോക്കുകയാണെങ്കിൽ, ഓക്കെ, 1 അവറിലൊരു ബിയറിഷ് ക്യാൻഡിൽ തന്നെയാണ് ഫോം ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഈ ഒരു സപ്പോർട്ട് പ്രോപ്പറായിട്ട് ബ്രേക്ക് ചെയ്യണം, എന്നാലേ ഒരു മൂവ്മെൻറ്റ് താഴോട്ട് കിട്ടുള്ളൂ.
മാർക്കറ്റ് ഒരു തിരിച്ചു കയറാനുള്ള ട്രൈ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ പ്രോഫിറ്റ് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ ക്യാൻഡിൽ എങ്ങനെ ക്ലോസ് ചെയ്യാം നമുക്ക് ജസ്റ്റ് ഫിറ്റ് ചെയ്ത് നോക്കാം. ഇത് റെഡിൽ ക്ലോസ് ചെയ്യോ ഗ്രീനിൽ ക്ലോസ് ചെയ്യോ എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് നെക്സ്റ്റ് ഡിസിഷൻ എടുക്കാം. ഒരു ബിയറിഷ് ക്യാൻഡിൽ തന്നെയാണ് ഫോം ചെയ്തിട്ടുള്ളത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മളുടെ അടുത്ത സപ്പോർട്ടിൻ്റെ താഴെയും ഒരു ക്ലോസിങ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ക്യാൻഡിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്യാൻഡിൽ തിരിച്ച് സപ്പോർട്ടിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യുക എന്നുള്ളത് ഒരു പ്രശ്നമുള്ളതാണ്. അപ്പോൾ നമുക്ക് ഏകദേശം 6700 1800 ആ റേഞ്ചിൽ പ്രോഫിറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വെയിറ്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, നല്ലൊരു മൂവ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എക്സിറ്റ് ചെയ്യാം. അപ്പോൾ ലൈവ് ട്രേഡിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടത് വിചാരിക്കണം. ഇനി ഞാൻ റീസൺ പറഞ്ഞുതരാം എന്തായിരുന്നു ട്രേഡ് എടുക്കാനുള്ള കാരണം എന്നുള്ളത്. ഇന്ന് രാവിലെ മാർക്കറ്റ് ഒരു ബുള്ളിഷ് മോഡിലോട്ട് വന്നിട്ട് നല്ലൊരു ഇനീഷ്യൽ മൂവ്മെൻറ്റ് തന്നു. അതിനുശേഷം മാർക്കറ്റ് കംപ്ലീറ്റ്ലി സൈഡ് വൈസ് ആയിരുന്നു. ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് സൈഡ് വൈസ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു റേഞ്ചിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഒരു 3 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസിങ് കിട്ടിയപ്പോഴാണ് ഞാൻ ഈ ട്രേഡ് എടുത്തത്. അതായത് ഈ ഒരു ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്തപ്പോൾ. അത് മാത്രമല്ല, ഇത് ഈ ചെറിയ ടൈം ഫ്രെയിം മാത്രം നോക്കിയിട്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഹയർ അതിൻ്റെ ട്രേഡ് എടുക്കുന്നതിൻ്റെ മുന്നേ ഹയർ വൺ അവർ ചാർട്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 1 അവർ ചാർട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഞാൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. 1 അവർ ചാർട്ടിൽ നമുക്ക് ഇതാ ഈ ഒരു ക്യാൻഡിൽ ക്രിയേറ്റ് ആയതിനു ശേഷം നമുക്കൊരു മാർക്കറ്റ് ബിയറിഷ് മോഡിലോട്ട് പോകുന്നത് കാണാം. അതായത് ഈ ഒരു ക്യാൻഡിലിനെ ഹൈ ബ്രേക്ക് ചെയ്യാൻ ഒരിക്കലും ഈ ക്യാൻഡിലിന് കഴിഞ്ഞിട്ടില്ല. ഈ ക്യാൻഡിലും അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യാതെ തന്നെയാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഏകദേശം ഈ ഒരു 1 അവറിൻ്റെ ഈ ഒരു ലോ ഉണ്ടല്ലോ, ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തിട്ടൊരു ക്യാൻഡിൽ ക്ലോസിങ് കിട്ടിയപ്പോഴാണ്
ഞാനിവിടെ ട്രേഡ് എടുത്തത്. അത് നമുക്ക് 3 മിനിറ്റിൽ നോക്കിയാൽ കഴിഞ്ഞാൽ അറിയാം. ഈ 1 അവറിൻ്റെ ലോ ആണ് ഇവിടെ ഇതിലുള്ളത്. അപ്പോൾ അതൊരു രണ്ട് പോസിബിലിറ്റി ഉള്ളത്. കാരണം ഒരു ബിയറിഷ് മോഡിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെതാണ്. ഇവിടെ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തതിന് പറ്റിയില്ല, പക്ഷേ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടാണ്. ലോ ഓൾറെഡി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യാൻ ഈ ക്യാൻഡലിന് പറ്റിയിട്ടില്ല. അത് മാത്രമല്ല, ഇതിൻ്റെ ലോ ഓൾറെഡി ബ്രേക്ക് ആവുകയും ചെയ്തു. പിന്നെ ഒരു ചാൻസ് ഉള്ളത് ഇതൊരു സൈഡ് വൈസ് ആയിട്ട് വീണ്ടും ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു റേഞ്ചിലോട്ട് പോകാനാണ്. അപ്പോൾ ഇവിടുന്ന് ഇത് ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്ത് വീണ്ടും നമ്മുടെ വ്യൂ തെറ്റാണെങ്കിൽ സൈഡ് വൈസിലോട്ട് പോവുകയാണ് ഉണ്ടെങ്കിൽ പിന്നീട് ഒരു ബുളിഷ്നെസ് വരണമെങ്കിൽ ഈ ഒരു ഹൈ ഒരു ബ്രേക്ക് ചെയ്തിട്ട് അടുത്തൊരു 1 അവർ ക്യാൻഡലിൽ ഹൈ ബ്രേക്ക് ചെയ്യണം, എന്നാലാണ് ബുളിഷിലോട്ട് മാറുള്ളൂ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് ആ ഒരു ക്യാൻഡലിൽ ഞാൻ ട്രേഡ് എടുത്തിട്ട് ഞാൻ ഇത്ര നല്ലൊരു ക്യാൻഡലിൽ മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് ഈ ക്യാൻഡലിന്റെ ലോ ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ, ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ ചെറുതായിട്ട് മൂവ് ചെയ്തിട്ട് ഏകദേശം നമുക്ക് ഈ ഒരു സപ്പോർട്ടിൽ ഒരു റിജക്ഷൻ ആയിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊരു സിംഗിൾ ക്യാൻഡലിൽ തന്നെ നമുക്ക് ആ മൂവ്മെന്റ് കിട്ടിയപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് എക്സിറ്റ് ചെയ്ത് ഏകദേശം നമ്മളുടെ ഈ ക്യാൻഡിൽ ഈ സപ്പോർട്ടിലോട്ട് എത്തിയപ്പോഴാണ് ഞാൻ ആ ട്രേഡ് എക്സിറ്റ് ചെയ്തത്. നിങ്ങൾ കണ്ടതാണല്ലോ. അപ്പോൾ പറ്റുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഞാനൊരു ലൈവ് ട്രേഡ് വീഡിയോ ചെയ്യാൻ നോക്കാം, ഇതേപോലെ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ. എപ്പോഴും നമുക്ക് വർക്കിൻ്റെ ഇടയിൽ നിന്ന് ഇതേപോലെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ഇതിനൊന്നും പറ്റില്ല. ഈ വീഡിയോയിൽ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ വോയിസും കാര്യങ്ങളൊന്നും ക്ലിയർ അല്ല. കൂടാതെ അത് നമുക്കിങ്ങനെ പോസ് ചെയ്തിട്ട് ഇതൊക്കെ എടുക്കുന്നതാണ്. ഞാനൊരു ഫുൾ ടൈം ട്രേഡർ അല്ല, ഞാൻ വേറൊരു വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.